നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഇക്കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്നെത്തിയ ഒരു യുവതിയുടെ പരാതി. ഭർത്താവ് തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ പോൺ സൈറ്റുകൾക്ക് വിറ്റുവെന്നായിരുന്നു യുവതിയുടെ പരാതി. താനും ഭർത്താവും ഒരുമിച്ചുള്ള ലൈംഗിക ദൃശ്യങ്ങളാണ് പോൺ സൈറ്റുകൾക്ക് വിറ്റ് പണമുണ്ടാക്കിയത്. വിദേശത്തായിരിക്കുമ്പോൾ തനിക്ക് കാണാനെന്ന് പറഞ്ഞാണ് ലൈംഗികത അയാൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. പിന്നീടത് പോൺ സൈറ്റുകൾക്ക് വിൽക്കുന്നു. ഭാര്യ നാട്ടിലുണ്ടായിരുന്നപ്പോൾ മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് അയാൾ ശാഠ്യം പിടിച്ചു. പലപ്പോഴും കുട്ടികളുടെ മുന്നിൽ വെച്ച് പോലും ഇത്തരം ലൈംഗിക കേളികൾക്ക് അയാൾ നിർബന്ധിച്ചിരുന്നുവെന്നാണ് യുവതിയുടെ പരാതിയിലുള്ളത്. ഇപ്പോഴിതാ എറണാകുളം കൂത്താട്ടുകുളത്ത് നിന്ന് മറ്റൊരു പരാതി. ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഭർത്താവ് ഭാര്യയുടെ കിടപ്പറ രംഗങ്ങൾ ടെലിഗ്രാമിൽ പങ്കുവെച്ചുവെന്നാണ് പരാതി. തനിക്ക് നിർബന്ധിച്ച് ലഹരി നൽകി. പിന്നീട് ഞങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം അയാൾ മൊബൈൽ ഫോണിൽ പകർത്തി. ആ ദൃശ്യങ്ങളാണ് ടെലിഗ്രാമിൽ അയാൾ പോസ്റ്റ് ചെയ്തത്. പല സ്ത്രീകളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും യുവതിയുടെ പരാതിയിൽ. തന്നെ ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവും ചേർന്നാണ് മർദ്ദിച്ചത്. അമ്മായിമ്മ കൈ ബലമായി പിടിച്ചുകെട്ടും. അതിനിടയിൽ ഭർത്താവ് ഉപദ്രവിക്കും. മുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ തലയിടിപ്പിക്കും. അധ്യാപികയാണ് യുവതി. യുവതിയുടെ പരാതിയിൽ ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം. പിന്നാലെ ഭർത്താവ് ലഹരിക്കടിമയാണ് എന്ന് യുവതി മനസ്സിലാക്കി. ഇത് ചോദ്യം ചെയ്തതോടെ യുവതിയെ ലഹരിയിൽ കൊടുക്കാൻ പിന്നീട് ഭർത്താവ് ശ്രമം തുടങ്ങി. പല പാനീയങ്ങളിലും ലഹരി കലർത്തി ഭാര്യയ്ക്ക് നൽകും. സെക്സിനെ കുറിച്ചുള്ള മലയാളികളുടെ കാഴ്ചപ്പാടുകൾ ഒരു വശത്ത് മാറുന്നു. മറുവശത്ത് ലഹരിയുടെ അമിത ഉപയോഗം പലരെയും മാനസിക നില തെറ്റിയവരെ പോലെ പെരുമാറാൻ ഇടയാക്കുന്നു. സെക്സിനെ കുറിച്ചുള്ള മലയാളികളുടെ കാഴ്ചപ്പാടുകൾ മാറിവരികയാണ് എന്ന് ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നു. ഈ അടുത്ത കാലത്ത് പങ്കാളി കൈമാറ്റം പോലെ എത്രയെത്ര വാർത്തകൾ. മുമ്പൊക്കെ ഇണയുമൊത്തുള്ള ഒരു ലൈംഗിക ജീവിതത്തിനപ്പുറം ഒരു നഗ്നത ആസ്വദിക്കുന്നതൊക്കെയാവാം വലിയ ഫാൻറ്റസി. എന്നാൽ ഫാൻറ്റസിയുടെ ലോകം പിന്നെയും വളർന്നു. ലൈംഗികതയിലും അത് ഒതുങ്ങിയില്ല. വിചിത്രമായ ലൈംഗിക പരീക്ഷണങ്ങളിലേക്ക് പിന്നീട് അവ കടന്നു. ലൈംഗിക ഫാൻറ്റസിയും കാഴ്ചയിലെ പുതുമ തേടലും സെക്സ് തേടാൻ യാത്രകളുമൊക്കെ ഇപ്പോൾ പലരുടെയും ശീലമായി. പുരുഷനും സ്ത്രീയുമൊക്കെ സെക്സ് ടോയ്സ് ഉപയോഗിക്കുക കേരളത്തിൽ ഒരു സർവ്വസാധാരണയായി മാറിയിരിക്കുന്നു. ഓൺലൈനിൽ സെക്സ് ടോയ്സ് എത്ര വേണമെങ്കിലും ലഭിക്കും. വെർച്വൽ സെക്സിനോടുള്ള താല്പര്യം ഏറി വരുന്നുവെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. വെർച്വൽ സെക്സ് ഒട്ടനവധി മാനസികാഘാതങ്ങൾക്ക് കാരണമാകും. ഒന്നിലധികം സെക്സ് പാർട്ട്നേഴ്സിനോടുള്ള താല്പര്യം ഇപ്പോൾ മനുഷ്യനിൽ വർദ്ധിക്കുന്നു. ഹോമോസെക്സിന് കിട്ടുന്ന പിന്തുണ കൗമാരക്കാരിലെ രതിചൂഷണ പ്രശ്നങ്ങളൊക്കെ ഏറി വരുന്നു. ലൈംഗികതയിലുള്ള ഭൂരിപക്ഷം മാറ്റങ്ങളും സദാചാര സാമൂഹിക സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്നാൽ സദാചാര സാമൂഹിക സാഹചര്യങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ട് ഇപ്പോൾ വലിയ വിപ്ലവം ഈ രംഗത്ത് വന്നിരിക്കുന്നു. ധാർമ്മിക സങ്കല്പങ്ങളിലെ മാറ്റമാണ് ഏറ്റവും പ്രധാനം. ലിവിങ് ടുഗദർ, ഹോമോസെക്ഷുവാലിറ്റി ഒക്കെ ഇന്ന് ഏറി വരുന്നു. ചിലർ ചായ കൊണ്ട് തൃപ്തിപ്പെടുന്നു. ചിലർ ബിരിയാണി കിട്ടണമെന്ന് വാശി പിടിക്കുന്നു. ലൈംഗിക വൈകൃതമെന്ന് കരുതിയാൽ അത് നിഷേധിക്കാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും സ്ത്രീക്കുണ്ട്. കൗമാരത്തിൻ്റെ പോക്കും പ്രശ്നങ്ങളുമൊക്കെ വളരെ ഗൗരവമേറിയ തലത്തിലേക്ക് വളർന്നു. ഇക്കഴിഞ്ഞ ദിവസം ഒരു 13-കാരി മുത്തശ്ശനെ കൊലപ്പെടുത്തിയ സംഭവം. അമിതമായ മൊബൈൽ ഉപയോഗം വിലക്കി. അസമയത്ത് വീടിന് പുറത്തേക്ക് പോകുന്നത് ആ വയോധികൻ വിലക്കി. അതിൻ്റെ പകയായിരുന്നു 13-കാരിക്ക്. കൊലപാതകത്തിൽ അവൾക്ക് കൂട്ടായി വന്നത് അവളുടെ ആൺ സുഹൃത്തും അവൻ്റെ 2 സുഹൃത്തുക്കളും. ഇവരൊക്കെ 18 വയസ്സിൽ താഴെയുള്ളവർ. മൊബൈലും ഇൻ്റർനെറ്റുമൊക്കെ വന്നതോടെ ലൈംഗിക ഫാൻറ്റസി തന്നെ മാറിമറിഞ്ഞു. വീട്ടിലെ മോശം സാഹചര്യങ്ങൾ, അച്ഛനമ്മമാരുടെ ദുർനടപടികൾ ഇവയൊക്കെ കൗമാരക്കാരെ വഴിതെറ്റിക്കുന്നു. മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കൂട്ടർ ബൈപ്പോളർ ഡിസോർഡർ എന്ന രോഗാവസ്ഥയിലേക്ക് വീഴും. ചിലർക്ക് മാനിയ കൊണ്ടുള്ള ഹൈപ്പർ സെക്ഷുവാലിറ്റി. മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ പലർക്കും അനിവാര്യമാണ്. എന്നാൽ മാനഹാനി ഭയന്ന് മക്കളെ ചികിത്സിക്കാനോ ഭർത്താവ് ഭാര്യയോ ഭാര്യ ഭർത്താവിനെ ചികിത്സിപ്പിക്കാനോ മടിക്കുന്നു. ലൈംഗികതയ്ക്ക് ഏറെ സ്ഥാനം നൽകിയ ഒരു രാജ്യമാണ് ഇന്ത്യ. വ്യാൽസ്യായന മഹർഷി പറയുന്നത് ശാസ്ത്രം പാലിക്കേണ്ടത് ദേശകല പരിസ്ഥിതിക്കനുസരിച്ചെന്ന്. മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതത്തിൽ തെറ്റ് ശരിയെന്നൊന്നില്ല. ഉള്ളത് മനസ്സിനും ശരീരത്തിനും വേണ്ടത്. പലതരം ഫാന്റസികളും ലൈംഗിക വൈവിധ്യങ്ങളുമൊക്കെ ഞങ്ങളുടെ അവകാശമാണ് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടർ ഇപ്പോൾ സമൂഹത്തിൽ നിറയുന്നു.
എന്നാൽ ആ ഫാന്റസികൾക്കൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ സമൂഹത്തിലേറെ പ്രശ്നങ്ങളുണ്ടാകും. വ്യക്തിക്കും സമൂഹത്തിനും ആരോഗ്യകരമായത് മാത്രം സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഇവിടെ പോംവഴി. സോഷ്യൽ മീഡിയ പെർഫെക്റ്റ് കപ്പിൾസ് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. എന്നാൽ കപ്പിൾ കണ്ടന്റ് എന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇത്തരം വീഡിയോകൾക്ക് പിന്നിൽ. പലപ്പോഴും മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം അഖിൽ NRD എന്ന ഇൻഫ്ലുവൻസറുടെ ഭാര്യ അയാളെ വിട്ടകന്നു പോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോടി എന്ന വാർത്തകൾക്ക് വലിയ പ്രാധാന്യവും ലഭിച്ചു. ഇൻസ്റ്റാഗ്രാം റീലുകളിലും റിയാലിറ്റി ഷോകളിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന പ്രണയങ്ങൾ പെർഫെക്റ്റ് ദാമ്പത്യങ്ങളല്ല എന്നോർക്കണമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. ഇത് പലപ്പോഴും കാഴ്ചക്കാരെ ആകർഷിക്കാനുള്ള വിപണി തന്ത്രം മാത്രം. മാധ്യമപ്രവർത്തകയായ ആസ്ഥ ആത്രേ ഇതേക്കുറിച്ച് വളരെ വിശദമായി തന്റെ അഭിമുഖത്തിൽ പ്രതിപാദിക്കുന്നു. ഇന്ത്യയിലുടനീളം ഒരു ബദൽ റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് പടർന്നു പിടിക്കുന്നുവെന്നാണ് അവർ തന്റെ അഭിമുഖത്തിൽ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ഇന്ന് നമ്മൾ കാണുന്ന പല ഇൻഫ്ലുവൻസർ ദാമ്പത്യങ്ങളും കേവലം കപ്പിൾ കണ്ടന്റ് എന്ന ബിസിനസ് മോഡൽ മാത്രമാണ്. ഇത്തരം ബന്ധങ്ങൾ തകർത്താലും പുറത്തു പറയാൻ ഇവർ ഭയപ്പെടുന്നു. വേർപിരിഞ്ഞാൽ ബ്രാൻഡ് ഡീലുകൾ നഷ്ടപ്പെടുമെന്ന സാമ്പത്തിക ഭയം. റിയാലിറ്റി ഷോകളിലും മറ്റും പങ്കെടുക്കുമ്പോൾ ഈ അവസരം പരമാവധി ഉപയോഗിച്ച് പണവും പ്രശസ്തിയും നേടുക മാത്രമാണ് പലരുടെയും ചിന്ത. ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ റിയാലിറ്റി ഷോകളിലൂടെ തന്നെ വേർപിരിയൽ വിവരങ്ങൾ വെളിപ്പെടുത്തി വീണ്ടും പബ്ലിസിറ്റിയും പണവും നേടാൻ അവർ മത്സരിക്കും. പുറമേക്ക് യാഥാസ്ഥിതികമെന്ന് തോന്നുന്ന പല ഇന്ത്യൻ നഗരങ്ങളും ഇപ്പോൾ കടുത്ത ലൈംഗിക അരാജകത്വത്തിലേക്ക് വഴുതി മാറിയിരിക്കുന്നു. ലൈംഗിക സംസ്കാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആസ്ഥ പങ്കുവയ്ക്കുന്നു. മുംബൈ പോലുള്ള വൻ നഗരങ്ങളിൽ വേറിട്ട ലൈംഗിക താൽപ്പര്യങ്ങളുള്ളവർക്കായി പ്രൈവറ്റ് പാർട്ടികൾ സജീവമാണ്. ഇത് മുംബൈയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതിൻ്റെ അനുരണനങ്ങൾ എറണാകുളം പോലുള്ള സിറ്റികളെയും ഇപ്പോൾ കവർന്നുകൊണ്ടിരിക്കുന്നു. വലിയ പദവികളിലിരിക്കുന്ന CEOമാർ, MDമാർ, ബോളിവുഡ് താരങ്ങൾ എന്നിവരൊക്കെ ഇത്തരം പാർട്ടികളുടെ ഭാഗമാകുന്നുണ്ട്. കേരളത്തിൽ വാഗമൺ കേന്ദ്രീകരിച്ച് സമാന തലത്തിലുള്ള ചില സെക്സ് പാർട്ടികൾ നടക്കുന്നുവെന്ന വിവരം നേരത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആസ്ഥ പറയുന്നത് മുംബൈ നഗരം പോലുള്ള ഇടങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത്തരം സെക്സ് പാർട്ടികളിൽ കയറുന്നതിന് മുൻപ് അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കണം. ആളുകൾക്ക് ഏതു തരം ലൈംഗിക താൽപ്പര്യങ്ങളാണ് ഉള്ളത് അത് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യണം. ഇവിടം ലൈംഗികതയ്ക്ക് മാത്രമല്ല പ്രാധാന്യം നൽകുന്നത്, പകരം വേറിട്ട സ്റ്റൈലുകളും ഡ്രസ്സുകളിലും എത്തി സമാന ചിന്താഗതിയുള്ള ആളുകളെ കണ്ടുമുട്ടുക, അവരുമായി ഒരു പരസ്പര കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. മുംബൈയിൽ മാത്രമല്ല ചെറുനഗരങ്ങളിലും ഇപ്പോൾ കാർക്കി പാർട്ടികൾ നടക്കുന്നുണ്ട് എന്നവർ വ്യക്തമാക്കി. ദമ്പതികൾ പങ്കാളികളെ പരസ്പരം വെച്ചുമാറുന്ന കാർക്കി പാർട്ടികൾ ഇപ്പോൾ ഇന്ത്യയിൽ വ്യാപകമായി വളർന്നു വരുന്നു. കാർക്കി പാർട്ടികൾ നടക്കുമ്പോൾ ട്രേയിൽ താക്കോലുകൾ ഇടുക, ഇതാണ് ഇതിൻ്റെ ഒരു രീതി. ട്രേയിൽ നിന്ന് ലഭിക്കുന്ന താക്കോലിൻ്റെ ഉടമയുമായി ആ രാത്രി പങ്കിടുക. ട്രിപ്പിൾ ബന്ധങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഭർത്താവും ഭാര്യയും മൂന്നാമതൊരു വ്യക്തിയുമായി ഒന്നിച്ച് പ്രണയത്തിലും ലൈംഗികതയിലുമൊക്കെ കഴിയുന്ന പോളി അമോറി രീതികളും ഇന്ത്യൻ നഗരങ്ങളിൽ ഇപ്പോൾ കൂടി വരുന്നുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പല സാധാരണക്കാരും ഇൻസ്റ്റാഗ്രാമിലെ പ്രണയ ചിത്രങ്ങൾ കണ്ട് അവരെ പോലെ ഞങ്ങൾ ഫോട്ടോ ഇടണമെന്ന് ചിന്തിക്കുന്നു. സ്വന്തം ബന്ധങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാറുണ്ട്. എന്നാൽ സെലിബ്രിറ്റികളുടെ ജീവിതവും അങ്ങേയറ്റം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് എന്നവർ വ്യക്തമാക്കി. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ബന്ധത്തിന് മൂല്യമുള്ളൂ എന്ന തെറ്റായ ചിന്താഗതിയിൽ നിന്ന് ആളുകൾ മാറണമെന്നാണ് ആസ്ഥ പറയുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് സന്തോഷകരമായ ഒരു ഓഫ്ലൈൻ ജീവിതം കെട്ടിപ്പടുക്കുകയാണ് വേണ്ടത്. സമൂഹ മാധ്യമങ്ങളുടെ അമിത ഉപയോഗം, മറുവശത്ത് മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ ലൈംഗികതയെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടിന് വരുന്ന മാറ്റം, ഡിജിറ്റൽ യുഗത്തിന്റെ സ്വാധീനമാണ് ഇതിനൊക്കെ ഉത്തരവാദിയെന്ന് പറഞ്ഞൊഴിയാം. പക്ഷെ അതിലപ്പുറം പല തിരുത്തലുകളും ഇന്ന് സമൂഹം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. വ്യക്തി അവനവനിലേക്ക് സ്വയം ചുരുങ്ങുന്നു. കരിയറിൻ്റെ ഭാഗമായി വേറിട്ട് ജീവിക്കേണ്ടി വരുന്നവർ, വിവിധ തൊഴിലിടങ്ങളിൽ ജീവിതം കുരുങ്ങിക്കിടക്കുന്നവർ, ഇവർക്കിടയിൽ പലതും നഷ്ടമാകുമ്പോൾ പല ദമ്പതികളും അത് തിരിച്ചറിയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഈ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒപ്പം വികലമായ മനസ്സുമായി സമൂഹത്തിൽ ജീവിക്കുന്നവർ ഏറി വരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.